അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ 5ാം ക്ലാസ്സിലെ ലിസാനിൽ വളരെ പ്രധാനപ്പെട്ടതായ മുഫ്രദ് മുദക്കർ, മുസന്ന മുദക്കർ, ജംഅ മുദക്കർ, അതുപോലെ മുഫ്രദ് മുഅന്നസ്, മുസന്ന മുഅന്നസ്, ജംഅ മുഅന്നസ് ഇവകളൊക്കെ വന്നാൽ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുക, എങ്ങനെയാണ് ഇത് എഴുതുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് തന്നിരിക്കുന്ന ചിത്രത്തിലേക്ക് നോക്കുക. ആദ്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് നൽകപ്പെട്ട ചിത്രത്തിൽ കാണുന്നത് എന്താണ്? ഫുള്ള് ആൺകുട്ടികളെ ഫോട്ടോ ആണല്ലോ, പുരുഷന്മാരാണ്. അപ്പൊ ഫുള്ള് ആൺകുട്ടികളാണെങ്കിൽ അതിന് പറയപ്പെടുന്നതാണ് മുദക്കർ എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇനി ആൺകുട്ടികളിൽ ഫസ്റ്റ് കാണുന്ന ചിത്രം എന്താണ്? ഒരു കുട്ടിയുടെ ഫോട്ടോ ആണല്ലോ അല്ലേ. അപ്പൊ ഒരു കുട്ടി, ഒറ്റൊന്നിനെ കുറിച്ച് മാത്രമാണ് പറയണുണ്ടെങ്കിൽ ഒരു കുട്ടി പ്രവർത്തിച്ചു, ഒരു കുട്ടി കളിച്ചു, ആ രൂപത്തിലാണ് പറയണേ എന്നുണ്ടെങ്കിൽ അതിന് പറയപ്പെടുന്ന പേരാണ് മുഫ്രദ് മുദക്കർ എന്ന്. ഇനി 2 പേർ കളിച്ചു, 2 പേർ തിന്നു, 2 ആൺകുട്ടികൾ എന്തായി? കുടിച്ചു, ആ രൂപത്തിലാണ് പറയപ്പെടുന്നതെങ്കിൽ അപ്പൊ അതിന് പറയപ്പെടും മുസന്ന. അപ്പൊ ഒന്നാണെന്നുണ്ടെങ്കിൽ മുഫ്രദാണ്, 2 ആണെന്നുണ്ടെങ്കിൽ മുസന്നാണ്. ഇനി അവിടുന്ന് അങ്ങോട്ട് എത്ര ആയിക്കോട്ടെ, 3 ആയിക്കോട്ടെ, 4 ആയിക്കോട്ടെ, 5 ആയിക്കോട്ടെ, എത്ര തന്നെ ആയാലും ശരി, അതിനെന്താണ് പറയപ്പെടുക? ജംഅ മുദക്കർ എന്നാണ് പറയപ്പെടുക. അപ്പൊ കുട്ടികൾ കളിച്ചു, കുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം കുട്ടികളാണല്ലോ പന്ത് കളിക്കുക അല്ലെ. അപ്പൊ കുട്ടികൾ കളിച്ചു എന്ന് പറയുമ്പോ അതെന്താണ്? ജംഅ മുദക്കറാണ്. ഇനി അത് എങ്ങനെയാണ് വരിക എന്നുള്ളതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കേണ്ടതാണ്. അവിടെ മോഡൽ കൊടുത്തിട്ടുള്ളത് മുഫ്രദ് മുദക്കർ ആവുന്ന സമയത്ത് ഫഅല, മുസന്ന മുദക്കർ ആവുന്ന സമയത്ത് 2 പേരാവുന്ന സമയത്ത് ഫഅല, 3 പേരാവുമ്പോൾ ഫഅലു, അഥവാ ഒരു കൂട്ടം ആളുകളാവുമ്പോൾ ഫഅലു. ഇനി കളിച്ചു എന്നാണെങ്കിൽ ലഇബ, ഫഅല എന്ന് പറഞ്ഞ പോലെ തന്നെ ലഇബ. 2 പേർ കളിച്ചു എന്നാകുമ്പോ ഫഅല എന്ന് പറഞ്ഞ മാതിരി ലഇബ, ഒരു കൂട്ടം പേർ കളിച്ചു പറയുമ്പോ ലഇബു എന്നിങ്ങനെയാണ് ആദ്യം മനസ്സിലാക്കുക. ഇനി മുഅന്നസ് ആണ് അല്ലെ. അഥവാ ചിത്രത്തിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഫുള്ള് പെൺകുട്ടികളെ ഫോട്ടോ ആണ് കാണുന്നത് അല്ലെ. അപ്പൊ പെൺകുട്ടികളുടെ ചിത്രമാണെന്ന് മനസ്സിലായാൽ ആദ്യം മനസ്സിലാക്കേണ്ടത്, പെൺകുട്ടികളാണെങ്കിൽ അഥവാ നമുക്ക് എക്സാമിന് നൽകുന്നിടത്തൊക്കെ ക്വസ്റ്റ്യനിൽ പെൺകുട്ടികളുടെ പേരാണെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? പെണ്ണാണെങ്കിൽ മുഅന്നസ് ആണ്. അത് പെണ്ണ് ഒന്നുള്ളൂണ്ടെങ്കിൽ ഏതാണ്? മുഫ്രദ് മുഅന്നസ് ആണ്. 2 പെണ്ണുണ്ടെങ്കിൽ മുസന്ന മുഅന്നസ്, 3 പെണ്ണാണെങ്കിൽ ജംഅ മുഅന്നസ്. ആ രൂപത്തിലാണ് വരിക എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ മുഫ്രദ് മുഅന്നസിന്റെ സമയത്ത് എങ്ങനെ വരിക? ഫഅലത്ത്, ഖതലത്ത്, കതബത്ത്, ലഇബത്ത്, ലഹബത്ത്, ആ രൂപത്തിലാണ് വരിക. മുസന്ന മുഅന്നസ് ആണെങ്കിൽ 2 പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ കതബത്ത, ഫഅൽത, വറബത്ത, ആ രൂപത്തിൽ വരും. ഇനി ഒരു കൂട്ടം പെണ്ണുങ്ങൾ എന്തായി? ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ ഒരു കൂട്ടം പെൺകുട്ടികള് കളിച്ചു, ഒരു കൂട്ടം പെൺകുട്ടികൾ പഠിച്ചു എന്നാണെങ്കിൽ ഫഅൽന, എന്താണ് വരിക? ഫഅൽന. അപ്പൊ എഴുതിയെന്നാവുമ്പോ കതബ്ന, അക്കൽന, തിന്നുന്നാവുമ്പോ അക്കൽന, കളിച്ചു എന്നാവുമ്പോ ലഇബ്ന, ആ രൂപത്തിലാണ് വരിക. വളരെ സുഖമാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ആകെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, പെൺകുട്ടികള് ഒരാളാണെന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത്, പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അത് മുഅന്നസ് ആണ്, ആൺകുട്ടികളാണെങ്കിൽ അത് മുദക്കറാണ്. ഒരാളുള്ളൂ ഉണ്ടെങ്കിൽ രണ്ടും എന്താണ്? മുഫ്രദാണ്. ഇനി 2 പേരാണെങ്കിൽ ഇപ്പൊ നബീല് അതുപോലെ ഹബീബ് അങ്ങനെ 2 പേരുണ്ടെങ്കിൽ, 2 ആൾക്കാരെ കുറിച്ചാണ് പറയുന്നുണ്ടെങ്കിൽ എന്താണ്? മുസന്നാണ്. ഇപ്പൊ ഫാത്തിമ അതുപോലെ ജുലൈന 2 പേരുണ്ടെങ്കിൽ മുസന്നാണ്. ഇനി ജം ആണെന്നുണ്ടെങ്കിൽ എന്തേക്കാരം? ഒരു കൂട്ടം ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പൊ ജം ആയിട്ട് തന്നെയാണ് പദം വരിക. ദാരിസൂന, വിദ്യാർത്ഥികൾ, ആ രൂപത്തിലാണ് വരിക. അങ്ങനെ മനസ്സിലാക്കി കേട്ടോ. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഉദാഹരണങ്ങൾ, അതുപോലെ മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളൊക്കെ നോക്കാം. ഇപ്പൊ ഡാഷ് വലതു എന്നാണ് കാണുന്ന ചിത്രത്തിലല്ലേ. ഒരു കുട്ടി എന്താ കാണിക്കണേ? പുസ്തകം വായിക്കാണ്. ഇപ്പൊ വായിക്കുക എന്നുള്ളതിന്റെ അറബി എന്താണ്? നമുക്കറിയാം അല്ലെ. പക്ഷെ എത്ര കുട്ടിയുണ്ട്? ഒരു കുട്ടിയുള്ളൂ. അപ്പൊ ആണാണെന്നുണ്ടെങ്കിൽ എന്താണ്? മുദക്കറാണ്. ഒന്നുള്ളൂണ്ടെങ്കിൽ എന്താണ്? മുഫ്രദാണ്. അപ്പൊ എങ്ങനെ വരിക? ഫഅല. അപ്പൊ വായിക്കാന്നുള്ളതിന് കറ. അപ്പൊ എന്താ വരിക? കറ അൽ വലതു, കുട്ടി വായിച്ചു. കറ അൽ വലതു, കുട്ടി വായിച്ചു. അതുപോലെ അടുത്ത ചോദ്യമാണ് ജുനൈദും വനബീലും. അഥവാ ജുനൈദും നബീലും പോവാണ് അവിടുക്കോ. അപ്പൊ ജുനൈദും നബീലും പോയി. പോയി എന്നുള്ളതിന് എന്താ അറബി പറയാ? സഹബ. സഹബ എന്ന് പറഞ്ഞ എന്താണ്? മുഫ്രദല്ലേ. നമുക്ക് എന്താ വേണ്ടത്? 2 ആൾക്കാരുണ്ട്. അപ്പൊ എന്താ വേണ്ടേ? മുസന്നല്ല വേണ്ടേ? അപ്പൊ മുസന്ന മുദക്കറിന് എന്താ പറയാ? ദഹബ ദഹബ. എന്താ പറയാ? ദഹബ ജുനൈദുൻ വനബീലുൻ. നമ്മൾ ആദ്യം അങ്ങനെ എന്താവണം? ഓരോന്നും സർഫാക്കി നോക്കണം. ഇനി അടുത്തൊരു ചിത്രം നോക്കി നിങ്ങള്.
ഒരുപാട് കുട്ടികൾ അല്ലെ കളിക്കാണ്. അല്ല ഔലാദു കുട്ടികൾ, കുറെ കുട്ടികള് കളിക്കാണ്. കളിക്കാന്നുള്ളത് ഇങ്ങനെ എന്താ അറബി പറയാ? ലൈബ അല്ലെ? ലൈബ എന്ന് പറഞ്ഞ വിദ്യാർത്ഥികൾ ഉണ്ടോ? ഒരുപാട് കുട്ടികൾ നടത്തുന്നുണ്ടോ? ഇല്ല. എന്താ അർത്ഥം? ഒരാളല്ലേ? അപ്പൊ ലഇബ ലഇബ ലഇബു, ഒരു കൂട്ടം കുട്ടികൾ എന്ന് പറയുമ്പോ എന്ത് വരും? ലഇബു. അപ്പൊ ലഇബു എന്ന് പറയുമ്പോ ഒരു കൂട്ടം കുട്ടികള്, കാരണം രണ്ടിലേറെ കുട്ടികളുണ്ട് കളിക്കാനല്ലേ. അപ്പൊ ലഇബ എന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇല്ല. ലഇബ ലഇബ എന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇല്ല. എന്തെന്നെ പറയണം? ലഇബു എന്ന് തന്നെ പറയണം. അപ്പോഴേ എന്താവുള്ളൂ? ഉത്തരം ശരിയാവുള്ളൂ. ഓരോന്നും നമ്മൾ ഇങ്ങനെ എന്താവണം? സർഫാക്കി നോക്കണം. ലഇബ ലഇബ ലഇബു ലഇബത്ത് ലഇബത ലഇബ്ന എന്നുള്ള രൂപത്തിൽ നമ്മൾ ഓരോന്നും എന്താവണം? സർഫാക്കി നോക്കണം. അടുത്തൊരു ചിത്രം നോക്കി നിങ്ങള്. ഫാത്തിമ പറഞ്ഞ ഒരു കുട്ടി എന്തോ ഒരു പഴം കഴിക്കാണ് അല്ലെ, തിന്നാണ്. തിന്നാന്നുള്ളതിന് എന്താ അറബി പറയാ? എന്താ പറയാ? ആ, ഒരേ ഒരു പെൺകുട്ടിയാണല്ലേ. അപ്പൊ തിന്നാന്നുള്ളതിന് അറബിയിൽ എന്താ പറയാന്ന് നമ്മൾ നോക്കണം. എന്താ പറയാ? അക്കല അല്ലേ? പക്ഷെ അക്കല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ഇതെന്താണ്? മുദക്കറാണോ? അല്ല, മുഅന്നസാണ്. അപ്പൊ സർഫാക്കി വെക്കണം. അക്കല അക്കല അക്കലു. രണ്ടാമത് വരുന്ന, ആദ്യം വരുന്ന മൂന്നെണ്ണം എന്തേക്കാരം? മുദക്കറേക്കാരം എപ്പോഴും. രണ്ടാമത് വരുന്ന മൂന്നെണ്ണം മുഅന്നസും ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ അക്കല അക്കല അക്കലു അക്കലത്ത്. എന്താ വരിക? അക്കലത്ത്. അക്കലത്ത് ഫാത്തിമത്തുൻ. ഇനി അടുത്ത ചിത്രം നോക്കി. രണ്ട് പെൺകുട്ടികൾ പഴം തിന്നാണ് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി സർഫാക്കി വെക്കണം. രണ്ടെണ്ണം ആവുമ്പോ എന്താ വരിക? മുഫ്രദാണോ? അല്ല. രണ്ടെണ്ണം ആവുമ്പോ മുസന്ന. പെൺകുട്ടികളാവുമ്പോള് മുഅന്നസ്. മുസന്ന മുഅന്നസ് എന്താ വരിക? സർഫാക്കി വെക്കണം. അക്കല അക്കല അക്കലു അക്കലത്ത് അക്കലത്ത. എന്താ വരിക? അക്കൽത്ത. അക്കൽത്ത എന്നാണ് എന്താവുക? അതിന്റെ ഉത്തരം വരിക. രണ്ട് പെൺകുട്ടികൾ ഭക്ഷണം കഴിച്ചു എന്നുള്ളതിന് അക്കൽത്ത എന്നാണ് പറയാ. ഇനി അടുത്ത ചിത്രത്തിൽ നോക്കി നിങ്ങള്. ഒരു കുറേ പെൺകുട്ടികൾ ഇരുന്ന് പഴം കഴിക്കണു. അങ്ങനെ കുറേ കുട്ടികളെ ഭക്ഷണം കഴിക്കാനുള്ളല്ലേ. അപ്പൊ അതിനെന്താ പറയാ? നമ്മൾ സർഫാക്കി വെക്കേണ്ടി വരും. കുറെ ഉള്ളതിന് എന്താ പറയാ എന്നുള്ളത്. കുറെ കുട്ടികളാവുമ്പോ അക്കല അക്കല അക്കലു അക്കലത്ത് അക്കൽത്ത അക്കൽന. ഏതാ വരിക? അക്കൽന. എന്തുകൊണ്ട്? ഒരാളുള്ളൂ? അല്ല. ഒരാളാണെങ്കിൽ എന്താണ്? മുഫ്രദാണ്. രണ്ടാളാണോ? അല്ല. രണ്ടാളാണെങ്കിൽ എന്താണ്? മുസന്നാണ്. പക്ഷെ ഇവിടെ എത്ര ആളുണ്ട്? മൂന്നാളുണ്ട്. അപ്പൊ മൂന്നാളാവുമ്പോ എന്താ വരിക? ജം ആണ്. അപ്പൊ ജം മുഅന്നസ് ആവുമ്പോ എന്താണ് വരിക? അക്കൽന. അക്കൽന. എന്താ വരിക? അക്കൽന. ഇനി നമ്മൾ നോക്കാൻ പോണത് ഈ ഭാഗത്തുനിന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ പരീക്ഷയ്ക്ക് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നിങ്ങള്. നക്തുബുൽ മുസന്ന വൽ ജംഅ ലിൽ അഫ്ആലിൽ ആതിയ. താഴെയുള്ള ഫീലുകളുടെ ജംഉം മുസന്ന എഴുതാന്. അപ്പൊ അതിന്റെ മുഫ്രദ് അവിടെ തന്നിട്ടുണ്ട്. ദറസ നസറ ഫതഹ നാമ. ഈ നാല് ഫീലിന്റെ മുസന്നയും ജം എഴുതണം. സർഫാക്കാൻ പഠിച്ച നമുക്ക് സുഖല്ലേ? എന്താ വരിക? ദറസ ദറസ ദറസു നസറ നസറ നസറു ഫതഹ ഫതഹ ഫതഹു നാമ നാമ നാമു. വളരെ സുഖാണ്. നേരെ മറിച്ച് നമുക്ക് എഫ്അൽ ചിലപ്പോൾ മുതാരി തരും. അപ്പൊ ഇതേമാതിരി സർഫാക്കി എഴുതേണ്ടി വരും. എഫ്അലു എഫ്അലാനി എഫ്അലൂന. അപ്പൊ പരീക്ഷക്ക് എന്താവണം? സർഫാക്കാനും നല്ലേക്കിന് പഠിക്കണം. പഠിക്കുമ്പോ തന്നെ മനസ്സിലാക്കണ്ട, ആദ്യത്തെ മൂന്നെണ്ണം മുദക്കറാണ്, പിന്നെ വരുന്ന മൂന്നെണ്ണം മുഅന്നസ് ആണെന്ന് മനസ്സിലാക്കട്ടോ. ഇനി അടുത്തത് നോക്കി. വേറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യാണ്. കാനത്തിൽ ഉമ്മു അല്ലെ? കാനത്തിൽ ഉമ്മു. അവിടെ ബ്രാക്കറ്റ് നിർത്തി ഏതാണ്? ഉമ്മ എന്ന് പറഞ്ഞാൽ ആരാണ്? പെണ്ണല്ലേ? അപ്പൊ അതിനോട് ചോദിച്ച ഏതാ വരിക? തെക്കുനുത്തു. ഏതാ വരിക? തെക്കുനുത്തു. അടുത്ത ചോദ്യം നോക്കാം. സൈദുൻ വ അനീസുൻ എൽ അബാനി എന്നുണ്ട്, തെൽ അബാനി എന്നുണ്ട്, തെൽ അബു എന്നുണ്ട്. സൈദും അനീസും എന്ന് പറഞ്ഞ ആരൊക്കെയാണ്? എത്ര ആളുണ്ട്? രണ്ടാളുണ്ട്. സൈദ് അനീസ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? ആരാണ്? ആൺകുട്ടിയാണ്. അപ്പൊ എന്താ വരിക? എൽ അബു എൽ അബാനി. ഏതാണ് വരിക? കാരണം ആദ്യത്തെ മൂന്നെണ്ണമല്ലോ മുദക്കറിൽ വരിക, പറഞ്ഞിരുന്നല്ലോ. അപ്പൊ എൽ അബു എൽ അബാനി. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? എൽ അബാനി. അപ്പൊ അടുത്ത ചോദ്യം നോക്കി. ജുനൈദും വ നബീലുൻ. ജുനൈദും നബീലും ഉണ്ടല്ലോ, എന്താക്കും? അസ്നാന. ഓലെ പല്ലുകൾ എന്തോ കാട്ടുന്ന് പറയുന്നുണ്ട്. അതിനോട് ചോദിച്ചേതാ? ലൈബ എന്ന് പറ്റുമോ? കാരണം ഈ രണ്ടാളെ പറഞ്ഞുക്കണോ? ഇല്ല. യുനല്ലിഫാനി എന്നവിടെ പറഞ്ഞുക്കണല്ലേ. അപ്പൊ വൃത്തിയാക്കുന്നു. യുനല്ലിഫാനി. അവർ രണ്ടുപേരും എന്താവും? വൃത്തിയാക്കും. യുനല്ലിഫു യുനല്ലിഫാനി. അപ്പൊ അതാണ് അതിന്റെ ആൻസർ. അതാണ് അതിന്റെ ആൻസർ. ഒന്നും കൂടെ മനസ്സിലാക്കുക. ഒക്കെ നമ്മൾ സർഫാക്കാൻ പഠിക്കണം കേട്ടോ മക്കളെ.
എന്നാലും നമുക്ക് മനസ്സിലാവും. ഇൻഷാ അല്ലാഹ് ഇതോടുകൂടെ നിങ്ങൾക്ക് ഈ ഭാഗം വളരെ മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ലിസാനിൽ ഏറ്റവും പ്രയാസപ്പെട്ട ഭാഗം ഏതാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ഏറ്റവും പ്രയാസപ്പെട്ട ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അടിയിൽ കമന്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അതൊക്കെ വളരെ നിസ്സാരമായിട്ട് മനസ്സിലാവുന്ന രൂപത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മള് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.